Happy birthday, Shiny. Happy birthday, Sasha. Happy birthday to you. Happy birthday to you. ഹൃദയം നിറഞ്ഞ പിറന്നാളാശംസകൾ ഷൈനി ആൻഡ് സാഷ. ഹാപ്പി ബർത്ത്ഡേ കുട്ടികളെ. നോക്കൂ, ദാ അപ്പൂപ്പൻ എത്തി. നിങ്ങൾക്ക് വേണ്ടി സമ്മാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇത് എന്താ അപ്പൂപ്പ? ഹാപ്പി ബർത്ത്ഡേ കുട്ടികളെ, ഇതെല്ലാം നിങ്ങൾക്കുള്ള സമ്മാനമാണ്. ഹായ് എന്റെ മുത്തശ്ശ, എന്താ ഈ പൊതിയില്? നിങ്ങൾ തന്നെ തുറന്നു നോക്കൂ. ഹായ്, എന്ത് രസമുള്ള പട്ടിക്കുട്ടി. എനിക്കിതിനെ വേണം. ഇല്ല, എനിക്ക് വേണം ഈ പട്ടിക്കുട്ടിയെ. നീ ആമയെടുത്തോ? അല്ല, ഈ പട്ടിക്കുട്ടി എന്റെയാ. പോയി വരുന്നു, പട്ടിക്കുട്ടി എന്റെതാ. നിർത്ത്, വഴക്ക് കൂടല്ലേ കുട്ടികളെ. എന്താ പ്രശ്നം? അപ്പൂപ്പ, എനിക്ക് ആമയെ വേണ്ട. അത് പതുക്കെ പോന്ന ജീവിയാ. എനിക്ക് വേണ്ട ഈ പതിയെ പോണ ജീവിയെ. എനിക്ക് പട്ടിക്കുട്ടിയെ താ. കുട്ടികളെ, നിങ്ങൾ എന്താ വിചാരിച്ചേ? ആമ പതുക്കെ പോകുന്ന ജീവിയാണെന്നാ? ശരി, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കഥ പറഞ്ഞു തരാം. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഒരു കാട്ടിൽ ഒരു ആമ ജീവിച്ചിരുന്നു. അവൻ വളരെ സന്തോഷത്തോടെയാണ് ആ കാട്ടിൽ ജീവിച്ചിരുന്നത്. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആരാത്? ഓ, നീയാണോ മുയലച്ച? നീ എന്നെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കോ? നീ ദിവസം മുഴുവൻ കിടന്നുറങ്ങോ മടിയ? എന്നെ ഒന്ന് വെറുതെ മുടുമുയലെ. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ശരി, ഞാൻ നിന്നെ ഒരിക്കലും ശല്യം ചെയ്യില്ല. നീ എന്നെ മത്സരത്തിൽ തോൽപ്പിക്കുകയാണെങ്കിൽ. നിന്നെ തോൽപ്പിക്കാനോ? നീ പേടിച്ചു പോയല്ലേ പാവം. ഒരിക്കലുമില്ല. നിനക്ക് ശരിക്കും എന്നോട് മത്സരിക്കണോ? അതെ, വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ നീ? ഓ ശരി. ശരി, നാളെ രാവിലെ നമുക്ക് തടാകത്തിന്റെ അടുത്തുനിന്ന് മത്സരം ആരംഭിക്കാം. നാളെ ഞാൻ ജയിച്ചാൽ നീ എനിക്ക് എന്ത് തരും? ഞാൻ നിനക്ക് എന്ത് തരാനാ? നീ എന്നേക്കുമായി കാട് വിട്ടു പോണം. ഞാൻ നിന്നെ തോൽപ്പിച്ചാലോ? എടാ ആമേ, നിനക്ക് തോന്നുന്നുണ്ടോ ഈ മത്സരത്തിൽ എന്നെ തോൽപ്പിക്കാൻ പറ്റൂന്ന്? ഇനി അഥവാ ജയിച്ചാലോ? ഞാൻ എന്നേക്കുമായി ഈ കാട് വിട്ടു പോകും. നിനക്കറിയില്ലേ മുയലിന്റെ വേഗത? അതെനിക്കറിയാൻ കുരങ്ങച്ച. ആ അഹങ്കാരിയായ മുയലിനെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള സമയമായെന്നാ തോന്നുക. എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുക. ഞാനാണ് ഈ മത്സരം നിയന്ത്രിക്കുന്നത്, മനസ്സിലായോ? ആമയും മുയലും 1 മൈൽ ദൂരം ഓടണം. ആദ്യം ഇവിടെ എത്തിച്ചേരുന്നത് ആരാണോ അയാളാണ് മത്സരത്തിലെ വിജയി. പക്ഷേ ആനച്ചേട്ടാ, ആരാദ്യം എത്തുന്നു നമ്മളെങ്ങനെ അറിയും? നല്ല ചോദ്യം. ആ കുതിരച്ചേട്ടൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ? അതാണ് മത്സരത്തിന്റെ അവസാന സ്ഥലം. ഈ കുതിരയാണ് വിധികർത്താവ്. അപ്പോ തയ്യാറല്ലേ മുയലേ? ഞാൻ എപ്പോഴേ റെഡി. വേഗം ആരംഭിച്ചോളൂ. നീ റെഡിയാണോ ആമേ? അതെ, ഞാൻ റെഡി. എന്നാ വിട്ടോ. 1, 2. അമ്മേ, പേടിപ്പിക്കല്ലേ. ആമേനെ പോയിട്ട് ഒരൊറ്റ മൃഗത്തിന്റെ പൊടി പോലും കാണാനില്ല. അയ്യോ, ഞാനെന്തിനാ അങ്ങനെ ഓടുന്നേ? നടന്നു പോയാലും ഞാൻ ജയിക്കും. ഒരുപാട് ഓടിയാ ക്ഷീണിക്കും. കുറച്ചു നേരം ആ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാം. എന്തായാലും ഞാൻ തന്നെ ജയിക്കും, ഉറപ്പാ. ആമച്ചാർ ഇപ്പോഴും മത്സരം തുടങ്ങിയെടുത്ത് തന്നെ ആയിരിക്കും. ആ മണ്ടൻ ആമയ്ക്ക് ഈ കാട് വിട്ടു പോകേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാ. എത്ര നേരം ഞാൻ കിടന്നുറങ്ങിയത്? ഉച്ചയായി പോയല്ലോ. ഇനി എത്രയും പെട്ടെന്ന് ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം.
ആമയാണ് ആദ്യം എത്തിയതോ? ഇതങ്ങനെ സംഭവിച്ചോ? അയ്യോ അയ്യോ, ഇത് എങ്ങനെ സംഭവിച്ചു? അയ്യോ, ഇത് ഒരിക്കലും സമ്മതിക്കരുത്. പക്ഷേ അതങ്ങനെ സംഭവിച്ചോ? ആമയാണ് നമ്മുടെ വിജയി. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ വിജയി ആമയാണ്. ഓക്കെ, ഇതിൽ നിന്നും നിങ്ങൾ എന്തു പഠിച്ചു കുട്ടികളെ? ഞാൻ പറയട്ടെ പപ്പ? പറയൂ മോനെ. പതുക്കെയും ആത്മവിശ്വാസത്തോടെയും പോയാൽ വിജയത്തിലെത്താം. തീർച്ചയായും. മുയലിന് അമിത വിശ്വാസമായിരുന്നു. അവൻ അഹങ്കാരിയായിരുന്നു. ആമ പതുക്കെ പോകുന്ന ജീവിയാണെങ്കിലും അവൻ ആത്മവിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ അവൻ മുയലിനെ തോൽപ്പിച്ചു. ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണ് അവന് വിജയത്തിലെത്താൻ കഴിഞ്ഞത്. അപ്പോ വേഗതയിലല്ല കാര്യം അല്ലേ അപ്പൂപ്പ? അതെ അതെ, സ്ലോ ആകുന്നതും ഒരു മോശം കാര്യമല്ല എന്ന് മനസ്സിലാക്കണം. എന്നാൽ എനിക്ക് ആമേ മതി. ഇതിന്റെ പേര് ടിറ്റോ. അല്ല, എനിക്ക് വേണം. വഴക്കു കൂടണ്ട മക്കളെ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പെറ്റ്സിനെ ഷെയർ ചെയ്തോളൂ. ശരി അപ്പൂപ്പ. ആ പട്ടിക്കുട്ടിക്ക് നിങ്ങൾ എന്ത് പേരിടും? എനിക്കറിയാം, ആറ്റം. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ടിറ്റോയും ആറ്റവും. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.